ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ വാഹനം കുറച്ചൊക്കെ ഓടിച്ചു തുടങ്ങി ലൈസൻസൊക്കെ ആയി സ്വന്തമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും നന്നായിട്ട് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഒരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഏറ്റവും സ്മൂത്തായിട്ട് മുന്നോട്ടെടുക്കുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ പല ആൾക്കാർക്ക് സ്മൂത്തായിട്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയത്തില്ല. ഒന്നെങ്കിൽ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന സാഹചര്യം വരും. ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടി എടുക്കുന്ന സമയത്ത് സ്പീഡിൽ വണ്ടി എടുക്കുന്ന സിറ്റുവേഷൻ വരും. ചിലർ ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് എരപ്പിച്ചുകൊണ്ട് വാഹനം എടുക്കുന്ന ഒരു രീതി പലരും ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ബിഗിനർ ഏറ്റവും സ്മൂത്തായിട്ട് വണ്ടി എടുക്കാനായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങളിൽ പല ആൾക്കാരും ഡ്രൈവിംഗ് സംബന്ധിച്ചിട്ട് പല സംശയങ്ങൾക്കായിട്ട് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ വാട്സപ്പ് നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്തു. കുറേയധികം കാലം അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്പർ ഡീആക്ടിവേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ആ നമ്പറിൽ ഇനി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് പുതിയ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പുതിയ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ നമ്പർ സേവ് ചെയ്തിട്ടുള്ളവരൊക്കെ അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ഈ പുതിയ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യമായിട്ട് തന്നെ ഞാൻ ഡ്രൈവിങ്ങിൽ നിങ്ങളുടെ ഒരു സംശയം മാറ്റിത്തരാം. അതിനുശേഷം ഞാൻ വണ്ടി ഓടിച്ചും കാണിച്ചു തരാം. അതായത് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യമാണ്, നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്ത്, അതായത് ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി നമ്മൾ മുന്നോട്ടെടുത്താൽ പോരെ ഫസ്റ്റ് ഗിയർ കൊടുത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് വന്നിട്ട് അവിടുന്ന് നമ്മൾ പതുക്കെ കാലായിക്കുകയാണെങ്കിൽ നമുക്കൊരു വണ്ടിയെ നീക്കിയെടുക്കാനായിട്ട് കഴിയും. അതൊരു നിരപ്പ് റോഡിൽ നീക്കിയെടുക്കാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഒരു നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല. കാരണം നമുക്ക് ഒരു വണ്ടി എല്ലാ സാഹചര്യങ്ങളിലും എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് ആയിരിക്കാം, പക്ഷെങ്കിൽ നമ്മൾ വണ്ടി ഇതുപോലെ സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്ലോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ ചെറിയൊരു കുഴിയിലൊക്കെ ആണ് കിടക്കുന്നതെങ്കിൽ, റോഡ് നിരപ്പാണെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് പതിയെ വാഹനത്തെ അയച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി മുന്നോട്ട് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും. ഒപ്പം തന്നെ നമുക്ക് ആ വണ്ടിയുടെ എഞ്ചിനെ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിൽ ആക്കിക്കൊണ്ടാണ് ഒരു വാഹനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും സ്മൂത്തായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ബ്രേക്കിൽ നിങ്ങൾ ആദ്യം കാല് വെക്കുക. അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ട് ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബ്രേക്കിൽ നിന്ന് നമ്മൾ ആദ്യം കാലൊന്ന് അയച്ചു മാറ്റുക. നമ്മുടെ വണ്ടി ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ റോൾ ആകുന്നുണ്ടോ ഇതറിയാനായിട്ടാണ് നമ്മൾ പതുക്കെ അയക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വണ്ടി റോൾ ആകുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വരുന്നു. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ പതുക്കെ വരുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള ഒരു പ്രവണത ചെറുതായിട്ട് കാണിക്കുക. അത് നമുക്ക് ഫീൽ ആവും. അപ്പോൾ ആ ഒരു പ്രോപ്പർ പോയിന്റിലേക്ക്, ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ പ്രോപ്പർ പോയിന്റ് വരുമ്പോൾ തന്നെ എൻ്റെ വണ്ടി ഇത് മുന്നോട്ട് ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി എടുക്കണം. അതിനു വേണ്ടി നിങ്ങൾ കിടക്കുന്ന റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഒരു നിരപ്പ് റോഡിലാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കണം. ഇപ്പം നിങ്ങൾ നോക്കുക, സ്ട്രെയിറ്റ് റോഡാണ്, അതിനെന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുക്കുക, ചെറിയ രീതി. ഒരുപാട് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചുള്ള ഒരു പ്രശ്നം എന്താണ്, വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് വാഹനം എടുക്കാൻ അറിയത്തില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം
ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ വല്ലാത്തൊരു സൗണ്ടോടെ ആയിരിക്കും വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ ഇവിടെ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ എടുത്തു, എന്നിട്ട് ഞാൻ വണ്ടി ഇവിടെ ചവിട്ടി നിർത്തുകയാണ്. ഇങ്ങനെ എടുക്കുമ്പോഴും പല ആൾക്കാർക്കും സംഭവിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ വണ്ടി എടുത്ത് അങ്ങ് മൂവ് ആയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, പലരും ഈ ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അതായത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഈ പ്രോപ്പർ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും, എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ചെറിയൊരു ചാട്ടത്തോടു കൂടി, കുറച്ചൊരു വണ്ടി മുന്നോട്ട് മൂവ് ആയിട്ട് ഒരു ചാട്ടത്തോടു കൂടി പിന്നെ ആക്സിലറേഷൻ കൊടുത്തായിരിക്കും പോകുന്നത്. അത് വല്ലാത്ത രീതിയിലുള്ള ഒരു എടുപ്പായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുക. അയക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ എന്ന് നോക്കുക. റോൾ ആകുന്നുണ്ടെങ്കിൽ പൊടിക്കൊന്ന് ബ്രേക്കിൽ കാല് വെക്കുക, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുകയാണ്. ആക്സിലറേഷൻ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ അയക്കുമ്പോൾ എൻ്റെ വണ്ടി നീങ്ങി അത്യാവശ്യം വണ്ടി റൺ ചെയ്ത് തുടങ്ങി എന്ന് കരുതി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പിന്നീട് ആക്സിലറേഷൻ പെഡലിൽ പിന്നീട് നമ്മൾ ക്ലച്ച് പെഡലിൽ നിന്ന് പൂർണ്ണമായിട്ട് കാല് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വണ്ടി ഇവിടെ എടുത്തു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു സ്ലോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുവാണ്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോഴും നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ചെറിയൊരു കയറ്റത്താണ് എൻ്റെ വണ്ടിയുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ പ്രോപ്പർ ഫസ്റ്റ് ഗിയർ കൊടുക്കും, എന്നിട്ട് ബ്രേക്കാൻ നയിക്കുമ്പോൾ വണ്ടി ഇതുപോലെ ബാക്കിലേക്ക് റോൾ ആകും, കണ്ടില്ലേ? അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക് നയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പർ വരുന്നു, ഇത് കറക്റ്റ് പോയിന്റ് വരുന്നു. അപ്പം നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാം? അതിന് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എത്തുന്നതിനനുസരിച്ച് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലെത്തി ഇവിടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് ഞാൻ കാലെടുക്കുന്നു, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി പ്രോപ്പറായിട്ട് കയറ്റത്ത് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകത്തില്ല. എന്നാൽ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലല്ല നമ്മൾ വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും, ഇല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് റോൾ ആകും. ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമുക്കൊരു വണ്ടി കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കാറ് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മൾ കയറ്റത്തെടുക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും കാര്യം മാത്രം ഓർത്തിരിക്കുക. നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് താഴ്ത്തി കൊടുക്കരുത്. പല ആൾക്കാരും കയറ്റത്ത് ചെയ്യുന്ന ഒരു രീതിയാണ്, ആ ഒരു ടൈമിൽ പതുക്കെ ക്ലച്ച് താഴ്ത്തി കൊടുക്കും. അപ്പം നമ്മുടെ വാഹനം വീണ്ടും ഓഫായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തുടക്കത്തിൽ നമുക്ക് ഇത് ഒരുപാട് പെട്ടെന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാൽ നിരന്തരമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിലൂടെ ഈ ഒരു കാര്യം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വാട്സപ്പ് നമ്പറല്ല, ആ നമ്പർ മാറിയിട്ടുണ്ട്, പുതിയൊരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നമ്പറിൽ നിങ്ങൾ ഇനി കോൺടാക്റ്റ് ചെയ്യേണ്ട, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.